ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞു, അവൻ യോർദാനിൽ നിന്നപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാതെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചരിത്രത്തിന് വെളിപ്പെട്ടു. എന്തു സംഭവിച്ചു? അവൻ യോർദാനിൽ നിന്നതുകൊണ്ട് യോർദാനിൽ നിന്ന് കുഞ്ഞുങ്ങൾ, ദൈവത്തിന്റെ മക്കൾ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനേക ദൈവമക്കൾ ഉണ്ടായി. അതാണ് ക്രിസ്തീയ മാമോദീസയുടെ തുടക്കം. എന്തിന്റെ തുടക്കം? സഹോദരങ്ങളെ, നന്നേ ചെറുപ്പത്തിൽ 52 56 ദിവസം പ്രായമുള്ളപ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി, പുത്ര സ്വീകാരത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി വിശുദ്ധ മാമോദീസ സ്വീകരിച്ചവരാണ് നമ്മൾ. എല്ലാ വിശ്വാസ ജീവിതത്തിന്റെയും അടിസ്ഥാനം ഈ വിശുദ്ധ മാമോദീസയാണ്. അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ അന്വേഷണീയമായി വളരണമെങ്കിൽ, ശുശ്രൂഷയെക്കുറിച്ചുള്ള അവബോധം ശരിക്കുണ്ടാകണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കാരാണ് എന്ന ബോധ്യമുണ്ടാകണമെങ്കിൽ എവിടെ നിൽക്കണം? യോർദാനിൽ നിൽക്കണം. പക്ഷെ ഇന്ന് ബഹുഭൂരിപക്ഷം പള്ളികളിലും ജന്മദിന പ്രാർത്ഥനയുണ്ട്. ഏതാണ് ജന്മദിനം? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജന്മദിനം എന്ന് പറയുന്നത് എന്നാന്നറിയാവോ? മാമോദീസ സ്വീകരിച്ച ദിവസം. ഞങ്ങൾ വൈദികർ സൂക്ഷിക്കേണ്ട രജിസ്റ്ററാണ് മാമോദീസ രജിസ്റ്റർ. എന്തിനു വേണ്ടി ഇത് സൂക്ഷിക്കുന്നു? മാമോദീസ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി അല്ല. എന്നാളും ഓർക്കേണ്ട ദിവസമാണ് മാമോദീസ മുങ്ങിയ ദിവസം. ഓരോ ആഴ്ചയിലും ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം എന്നും മലങ്കര സഭ വിളിച്ചു പറയും, ഈ ആഴ്ച മാമോദീസ മുങ്ങിയവരുടെ അല്ലെങ്കിൽ മാമോദീസയുടെ വാർഷികം ആചരിക്കുന്ന 16 പേർ ഇന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അതാണ് പ്രകാശനത്തിന്റെ ദിവസം, അതാണ് ഉദയത്തിന്റെ ദിവസം, അതാണ് ശരിയായ ജന്മദിനം. പക്ഷെ നമ്മൾ മറന്നുപോയി. എന്ന് മാമോദീസ സ്വീകരിച്ചെന്ന് മറന്നുപോയി. എന്നാണ് മാമോദീസയുടെ പേരെന്ന് മറന്നുപോയി. ആരാണ് വിശ്വാസമേറ്റ് പറഞ്ഞതെന്നൊന്നും മറന്നുപോയി. ഓർക്കണം, നമ്മള് യോർദാനിൽ നിൽക്കുന്നില്ല, എത്രയോ മാറിപ്പോയി. പിതാവായ അപ്രയും വളരെ ഭംഗിയായി യോർദാൻ നദിയെ കുറിച്ച് വിവരിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രതീക്ഷയോടെ ദൈവപുത്രന്റെ വരവിന് വേണ്ടി സൃഷ്ടി കാത്തിരുന്നു. ആ സൃഷ്ടിയുടെ കാത്തിരിപ്പിന്റെ മനോഹര പ്രതീകമാണ് യോർദാൻ നദി. അതുകൊണ്ടാണ് നമ്മുടെ ഒരു വിശുദ്ധ കുർബാനയുടെ ഒരു പ്രമിയോനിൽ നമ്മൾ ചൊല്ലും, ചെറിയ ബേത്ലഹേം വാഞ്ചിക്കുകയും ഗോകുൽത്താ നദി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ഗോകുൽത്താ മല സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയും. അതാണ് യഥാർത്ഥത്തിൽ ഈ സൃഷ്ടി മുഴുവന്റെയും ദൈവപുത്രന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അഗസ്തൂസ് കൈസറുടെ കാലത്ത് സെൻസസ് എടുക്കാൻ വേണ്ടി വിളംബരമുണ്ട്.